അപ്പൊ ഒന്നും അറിഞ്ഞില്ലേ? കേന്ദ്രാന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട എക്സാലോജിക് നൽകിയ ഹർജി കർണാടക ഹൈക്കോടതി തള്ളി. ആ കർണാടക തോൽവിയിൽ പറയേണ്ടത് കമ്പനി പറയട്ടെ എന്നും പറയുന്നുണ്ട് പാർട്ടി സെക്രട്ടറി. സഖാവെ അങ്ങനെയല്ലല്ലോ. സഖാവെ അങ്ങനെയല്ലല്ലോ. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. സംഗതി അയാൾക്കൊരുത്താക്കരുത്. ചേട്ടൻ വന്നേ ഒരു സ്വകാര്യം പറയട്ടെ. തിരിച്ചടി എന്നതായിരുന്നു നമ്മുടെ ചോദ്യം. അതെ എന്ന് 3 പേർ അഭിപ്രായപ്പെടുമ്പോൾ അല്ല എന്ന് ഒരഭിപ്രായം. എന്തൊക്കെയോ ചള പറയുന്നത് ഒരു കാര്യമില്ല. എന്റെ അപ്പൊ ഇതെന്തുട്ടോ? അതായത് പിണറായി വിജയന്റെ മകൾക്ക് ഈ അക്കൗണ്ടിൽ 5 ലക്ഷം രൂപ വരുന്ന കാലഘട്ടത്തിൽ പിണറായി വിജയൻ കർത്തയ്ക്ക് ഈ പറയുന്ന മണ്ണിൽ ഖനനം ചെയ്യാനുള്ള അനുമതി നൽകിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ്. എനിക്ക് ആദ്യമേ ആ ചേച്ചിയെ സംശയം ഉണ്ടായിരുന്നു. നിങ്ങൾ ഇപ്പൊ പറഞ്ഞ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റണം. തെളിയിക്കേണ്ടത് വീണ വിജയനല്ലേ? അതല്ല ഉദ്ദേശം. ഒച്ചപ്പെടാണ്, പിന്നെ അങ്ങോട്ട് ഒച്ചപ്പെടാണ്. സാർ എന്താണ് സാർ ഈ പറയുന്നത്? അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ? ഇവൻ പൊട്ടനാണ് മുതലാളി. 6 മാസമായി കണ്ട വിദഗ്ധവാദങ്ങളുടെ അസംബന്ധ ഘോഷയാത്ര, സംശയം നാറുന്ന അതാര്യമായൊരു ഇടപാട്, അഴിമതി ഇടപാടിന്റെ അധർമ്മ പടർച്ചയിൽ കരിമണൽ കമ്പനിക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന സർക്കാർ എന്ന് പറയലാണ് രേഖാബലത്തിൽ മാത്യു കുഴൽനാടൻ. സഖാവെ അങ്ങനെയല്ലോ. ഞാനും ചെയ്തില്ല. അതെ, നീ ഒന്നും ചെയ്യുന്നില്ല. ഇന്നിപ്പോ AK ബാലനെ കാണാനില്ല, ഇന്നിപ്പോ EP ജയരാജനെ കാണാനില്ല. ഇനി ആ കമ്പനിക്ക് കവചം തീർക്കേണ്ടതില്ല എന്ന CPM-ന്റെ ബോധ്യമാണോ? അത് ആ കമ്പനി പറയട്ടെ എന്ന MV ഗോവിന്ദൻ ഇന്നത്തെ പ്രതികരണം. ഇപ്പൊ വിശ്വാസമായല്ലോ. ഇതുവരെ വീണയെയും എക്സാലോജിക്കിനെയും ഒക്കെ ന്യായീകരിച്ചിരുന്ന ആളുകൾ പതിയെ പിൻവാങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ടോ? ഇതിനകത്തുള്ള ഒരു വലിയ ഫ്രോഡ് ഉണ്ടെന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ലോ. ഇപ്പോഴും എന്റെ ഞെട്ടല് മാറിയിട്ടില്ല വൈദ്യരെ. അതുകൊണ്ടാണ് കരിമണൽ കർത്താവിന്റെ കമ്പനി യാതൊരു ജോലിയും ചെയ്യാതെ എന്തിനാണ് ഇവർക്ക് പ്രതിഫലം കൊടുത്തത്? ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവ്. എക്സാലോജിക്കിന് മാസം 3 ലക്ഷം ആണെങ്കിൽ അതിന്റെ ഉടമസ്ഥയായ വീണയ്ക്ക് 5 ലക്ഷം കൊടുക്കുന്നു. വല്ലവരും കേൾക്കും. വല്ലവരുടെയും കക്ക വല്ലവരും പറയുന്ന കേൾക്കാൻ പാടില്ല. ഇത് കേൾക്കുമ്പോൾ തന്നെ അതിനകത്തൊരു വലിയ ആ ഒരു യുക്തി രാഹിത്യം നമുക്ക് ഫീൽ ചെയ്യുന്നില്ലേ? പണക്കൈമാറ്റം നടന്നിട്ടുണ്ട്. സത്യം പറയടാ. പൊതുമേഖലയിൽ മാത്രമേ ഖനനം അനുവദിക്കൂ എന്ന് പ്രഖ്യാപിച്ച സർക്കാരാണ് LDF സർക്കാർ. ഇതിനെക്കുറിച്ച് 2 വാക്ക് പറ. ഇതിനെക്കുറിച്ച് ഞാൻ വിട്ടുകളയാം. എന്തുകൊണ്ടാണ്? ഇത് വളരെ നല്ലൊരു ഇതാണ്. പിന്നെ എന്റെ മാത്രം ഒരു ഇതുകൊണ്ട് പറ്റില്ലല്ലോ. ഇത് കുറച്ച് കൂടുന്നുണ്ട്. ആ ഭൂമിയിലെ ധാതു ഖനനം എന്ന് പറയുന്നത് സർക്കാരിന്റെയാണ്. ഇനി ഒന്ന് കേൾക്കൂ. അതായത് നമുക്ക് ആ മണ്ണിൽ മണ്ണപ്പൻ ചുട്ട് കളിക്കാം. അതിനപ്പുറത്തേക്ക് നമുക്ക് ധാതു മണൽ എടുക്കാൻ കഴിയില്ല. 2 നയങ്ങളുണ്ട്. 1 UDF-ന്റെ നയവും 2 LDF-ന്റെ നയവും. എല്ലാറ്റിനും തലേ തളം വെക്കേണ്ട നേരമായി. അങ്ങനെയാണ് CPM. കോൺഗ്രസ് അങ്ങനെയല്ലായിരിക്കും, പക്ഷെ CPM അങ്ങനെയാണ്.